അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നല്ല മനോഹരമായ ഒരു വീഡിയോ കണ്ടു സോഷ്യൽ മീഡിയയിൽ. അതെന്താണെന്ന് വിചാരിച്ചാൽ നല്ല മഴ പെയ്യാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ ഡ്രൈനേജിൻ്റെ പിന്നെ വെള്ളം ഒഴുകുന്ന അഴുക്ക് ചാല്, അത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആ അഴുക്ക് ചാലിൽ കുടുങ്ങിയിട്ട് ചപ്പ് ചവറുകൾ വന്ന് അടഞ്ഞിട്ട് അതെന്ത് ചെയ്യാണ്, വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ആയിട്ട് റോഡും പരിസരവും മുഴുവനും ചെളിയും വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ വന്നിട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഈ പുല്ലൊക്കെ ഇങ്ങനെ ചപ്പ് ചവറുകൾ അടിഞ്ഞു കണ്ടു. അപ്പോൾ ആ ചപ്പ് ചവറുകളൊക്കെ അയാളിങ്ങനെ വലിച്ചിടുകയാണ്. അപ്പോഴേക്കിനും ഒരു ചെറിയൊരു ട്രോളി ആയിട്ട് ഒരാൾ വന്ന്, അപ്പോഴേക്കിന് വേറൊരാളൊരു കൈക്കോട്ടുമായിട്ട് വന്ന്, അങ്ങനെ ഓരോ ആളുകൾ ഓരോ സാധനമായിട്ട് വന്നിട്ട് അവസാനം അവർ ആ സ്ലാബ് പൊന്തിച്ച്, പിന്നെ ആ പോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെല്ലാവരും പാടെ കൂടിയിട്ട് പുറത്തേക്ക് എടുത്തു. അവിടെ വെള്ളം വളരെ സ്മൂത്തായിട്ട് പോയി, എല്ലാവരും പോയി. പിന്നെ അവരെന്തോ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു. ഇത് മുൻകൂട്ടി അവർ തയ്യാറാക്കി വന്ന് ചെയ്തതാണോ അത് ഒരാൾ വന്നപ്പോൾ ബാക്കിയുള്ള വന്നതാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ എന്തു ചെയ്യാണ്, ഒരു പൊതു ജനങ്ങൾക്കുള്ള ഒരു തടസ്സം അത് നീക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു മാനസിക സന്നദ്ധത ഉണ്ടല്ലോ, മഴ കൊണ്ട് ചളിയായി ആ ഇറങ്ങാളം, ഈ മനസ്സ് വളരെ നല്ലൊരു മനസ്സാണ്. ഈ വഴിയിലുള്ള മാലിന്യങ്ങൾ നീക്കുക, വഴി പോകുന്ന ആളുകൾക്ക് തടസ്സങ്ങൾ നീക്കി കൊടുക്കുക എന്നുള്ളത് എത്ര വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം കാണുന്നതെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹദീസിലുണ്ട്, ബൈനമാ റജുലുൻ യംഷി ബി ത്വരീഖിൻ, ഒരാളൊരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വജദ ഓസുന ഷൗക്കിൻ അല ത്വരീഖ്, അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു കൊമ്പ് ഇങ്ങനെ വഴിയിലേക്ക് തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം അതെന്ത് ചെയ്തു, മുറിച്ച് കളഞ്ഞു. അപ്പോൾ അത് മുറിച്ച് കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഷക്കറല്ലാഹു ലഹു ഗഫറ ലഹു എന്നാണ് ഇമാം ബുഖാരിയുടെ ഹദീസ്. അള്ളാഹു അവനോട് നന്ദി കാണിച്ചു, അവൻ അള്ളാഹു പുറത്തു കൊടുത്തു, എൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ്. നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായൊരു പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണത്. പിന്നെ ഒരു ഹദീസ് കാണാൻ പറ്റും, സ്വർഗത്തിലൂടെ ഒരാളിങ്ങനെ ഉലാത്തി നടക്കുന്നത്, ഇങ്ങനെ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസി നടക്കുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം സ്വർഗത്തിലെത്താൻ കാരണം, ഫി ഷജറത്തിൻ ഖതഅഹ മിൻ ദഹരി ത്വരീഖ്, വഴിയിലുള്ള ഒരു തടസ്സം, ഒരു കൊമ്പ് മുറിച്ച് കളഞ്ഞതിനാണ് അയാൾ എത്തിയത് എന്നാണ്. കാരണം കാനത് തുദിന്നാസ് എന്നാണ്, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്തിരുന്ന ഒരു മരക്കൊമ്പ് വെട്ടീനാണ് അയാളിങ്ങനെ സ്വർഗത്തിൽ ഉഷാറായി നടക്കുന്നത് എന്നാണ് ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു ഹദീസ് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണെന്ത്, ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട് എന്നാണ്, അല്ലെങ്കിൽ 60 ചില്ലാനം ശാഖകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതിനാഹ, അതിലേറ്റവും ചെറുത് ഏതാണ്, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക. ആ വരിവെള്ളത്തിലൂടെ ഇങ്ങനെ ചളിവെള്ളത്തിലൂടെ നടക്കുകയാണ് ആൾക്കാർ, വാഹനങ്ങൾ പോകുന്നു, നടക്കാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ ഇടപെടൽ കാണുന്നതെന്നാണ്. പിന്നെ മാത്രമല്ല, ഇതിനെ സ്വതക്ക എന്ന് നബി പറഞ്ഞിട്ട്, തുമീത്തുൽ അദാ അനി ത്വരീഖ് സ്വതക്ക, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് സ്വതക്കയാണെന്ന്. ഇപ്പം നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി നിൽക്കുന്ന കാര്യങ്ങളെ, കയറാൻ പറ്റാത്തടത്തൊരു കല്ല് കൊണ്ടുപോയിട്ടിട്ട് കയറാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക, അതേപോലെ അത് വഴിയിൽ കിടക്കുന്നതിന് ചത്ത് നാറി കിടക്കുമ്പോൾ അതിങ്ങനെ വാസനിച്ച ആൾക്കാർ പോകും, അതൊരു കുഴിയെടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ വല്ല കൊമ്പുകൾ, ഇപ്പോൾ ചില വീടിന് മുന്നിലൊക്കെ ചില കൊമ്പുകൾ തൂങ്ങിയിട്ട് വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പുറത്തങ്ങനെ തട്ടും, അതുമൊക്കെ വരതി വാഹനത്തിലൊക്കെ ശരിക്കും അപ്പം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തെ മരക്കൊമ്പാണ്, നമുക്കത് വെട്ടാൻ പറ്റുള്ളൂ, വേറെ ആർക്കും വെട്ടാൻ പറ്റൂല. പുറത്തുനിന്നൊരാൾക്ക് വന്ന് നമ്മുടെ വീട്ടിൽ മരക്കൊമ്പ് വെട്ടാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ടും ഒരു പ്രശ്നം, അത് വേറൊരാൾക്കല്ലേ ബുദ്ധിമുട്ട്, നമുക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്നൊരു മനസ്സുണ്ടല്ലോ, ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ദ്രോഹകരമായ കാര്യങ്ങൾ നീക്കിക്കൊടുക്കുന്നത് സ്വർഗത്തിൽ പോവാനും പാപം പൊറുക്കാനും ഒരു സ്വതക്കയായി പരിഗണിക്കാനൊക്കെ മാത്രമുള്ള പുണ്യമാണെങ്കിൽ അത്തരം പുണ്യങ്ങളിൽ ബോധപൂർവ്വം ഇടപെടാൻ നമ്മൾ ശ്രമിക്കണം. ഇടപെട്ടതൊക്കെ അള്ളാഹു നമ്മളിന്ന് കബൂലാക്കുകയും ചെയ്യട്ടെ.